അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി അൽ ഫായിസീന ബിറിളല്ലാഹ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ ഫിഖ്ഹ് സുന്നയിൽ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്തു വരുന്നത്. ഇനി ആ വിഷയത്തിൽ പഠിക്കാനുള്ളത് ജംഅ് ചെയ്യുമ്പോൾ, ഉദാഹരണം ളുഹറിനെ അസറിലേക്ക്, അല്ലെ അസറിനെ ളുഹറിലേക്ക്, അല്ലെ മഗ്രിബിനെ ഇശായിലേക്ക്, ഇശാഇനെ മഗ്രിബിലൊക്കെ മുന്തിച്ചും പിന്തിച്ചും ജംആക്കുമ്പോൾ എങ്ങനെയാണ് ബാങ്കും ഇഖാമത്തും കൊടുക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പ്രവാചകന്റെ ചര്യ, ഹജ്ജിന് പോകുമ്പോൾ ജംആക്കി നമ്മൾ ബാങ്ക് കൊടുക്കുക, രണ്ടാമത്തേതിന് ഇഖാമത്തും കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും കൊടുക്കുക. അപ്പൊ ളുഹർ അസറിന്റെ കൂടെ നിസ്കരിക്കുകയാണ്. അപ്പോ ആദ്യം ളുഹറിന് ബാങ്ക് കൊടുക്കുക, ഇഖാമത്ത് കൊടുക്കുക, ളുഹർ നിസ്കരിക്കുക. പിന്നീട് അസർ നമസ്കാരത്തിന് ബാങ്ക് വിളിക്കേണ്ടതില്ല, ഇഖാമത്ത് മാത്രം മതിയാവുന്നതാണ്. എന്താണ് അതിന്റെ തെളിവ്? അദ്ദന സുമ്മ അഖാമ ഫസല്ല, സുമ്മ അഖാമ ഫസല്ലൽ അസ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ദലിഫിലേക്ക്, ഹജ്ജിന് മുസ്ദലിഫിലേക്ക് പോവാണ്. അപ്പോ ളുഹറിന്റെ സമയമായപ്പം ബാങ്കും ഇഖാമത്തും കൊടുത്ത് ളുഹർ നിസ്കരിച്ചു. അസർ നിസ്കരിക്കുന്ന സമയത്തെത്തുമ്പോൾ അസറിന് വേണ്ടി ഇഖാമത്ത് മാത്രം കൊടുത്തു എന്ന് ഹദീസിൽ കാണാം. കാരണം രണ്ട് നമസ്കാരം ഒന്നിന്റെ സമയത്ത് നിസ്കരിക്കുകയാണ്, അപ്പോൾ ഒരു ബാങ്ക് മതി. എന്നാൽ ഇഖാമത്ത് രണ്ട് നമസ്കാരത്തിനും വേറെ തന്നെ വേണം. അതുകൊണ്ടാണ് ജമാഅക്ക് നമസ്കരിക്കുമ്പോൾ ആദ്യത്തെ നമസ്കാരത്തിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കുക, രണ്ടാമത്തേതിന് ഇഖാമത്ത് മാത്രം കൊടുക്കുക എന്നതാണ് പ്രവാചക ചര്യ. ഇനി ഒരു നമസ്കാരം നഷ്ടപ്പെട്ടു പോയി, അത് നിസ്കരിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ആദ്യത്തെ നമസ്കാരത്തിന് ബാങ്ക് ഇഖാമത്ത് കൊടുക്കുക, രണ്ടാമത്തെ നമസ്കാരത്തിന് ഇഖാമത്ത് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സുബഹി നമസ്കാരം സൂര്യോദയത്തിലേക്ക് പ്രവേശിച്ച സന്ദർഭത്തിൽ ബിലാൽ റളിയല്ലാഹുവിനോട് ബാങ്കും ഇഖാമത്തും കൊടുക്കാൻ പറഞ്ഞു. സുബഹിന്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കരിക്കും. അങ്ങനെയാണ് ഈ നമസ്കാരം പിന്നീട് നമസ്കരിക്കുകയാണെങ്കിലും അതിന്റെ റവാത്തിബും മറ്റു കാര്യങ്ങളൊക്കെ നമസ്കരിക്കേണ്ടതുണ്ട്. ഹദീസിൽ കാണാം, ബിലാൽ റളിയല്ലാഹുവിനോട് ഇഖാമത്ത് വിളിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെയും കൊണ്ട് സുബഹി നമസ്കരിക്കുകയും ചെയ്തു. നമസ്കാര ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലവനും നമസ്കാരം മറന്നാൽ ഓർമ്മ വരുന്ന പക്ഷം അത് നിർവഹിച്ചു കൊള്ളട്ടെ. കാരണം അള്ളാഹു പറയുന്നു, അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കുവാൻ നീ നമസ്കാരം നിലനിർത്തുക. അപ്പൊ നമസ്കാരം നഷ്ടപ്പെട്ടുപോയ നമസ്കാരമാണെങ്കിലും അതിലും ബാങ്കും ഇഖാമത്തും കൊടുക്കണം. ജംഅ് നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ നമസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും കൊടുക്കുക, രണ്ടാമത്തേന് ഇഖാമത്ത് മാത്രം മതിയാവുന്നതാണ്. ഇതാണ് ജംഅ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതി. ഇനി ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ അതിന് ഉത്തരം കൊടുക്കണം. ഒരു രീതി, ബാങ്ക് കേൾക്കുമ്പോൾ അതുപോലെ പറയുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് മുഅദ്ദിൻ പറയുമ്പോൾ നമ്മളും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുക. ഹയ്യാല സ്വലാഹ്, ഹയ്യാലൽ ഫലാഹ് എന്നിവയിൽ ഒഴിച്ച് അത് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയേണ്ടത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതാണ് ഒരു രീതി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമിഅ്തുമുൻ നിദാഅ ഫഖൂലു മിസ്ല മാ യഖൂലുൽ മുഅദ്ദിൻ. നിങ്ങൾ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങളും പറയുക. അങ്ങനെ പറഞ്ഞാൽ സ്വർഗമാണ് പ്രതിഫലം. വളരെ ശ്രേഷ്ഠകരമായ ഒരു പുണ്യകർമ്മമാണ് ബാങ്കിന് മറുപടി പറയുക എന്നത്. രണ്ടാമത്തെ സംഗതി, ഷഹാദത്ത് കേൾക്കുമ്പോൾ അഥവാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് കേൾക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയണം. ശേഷം സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ഖാല ഹീന യസ്മഉൽ മുഅദ്ദിൻ, ആരെങ്കിലും മുഅദ്ദിൻ ബാങ്ക് വിളിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ, അത് ഷഹാദത്ത് കേൾക്കുമ്പോഴാണെങ്കിൽ കൂടുതൽ ഉത്തമം. എന്ത്?
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബൻ വബിമുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനൻ എന്ന് ഒരാൾ പറഞ്ഞാൽ ഗുഫിറ ലഹു ദംബ, അവന്റെ എല്ലാ പാപങ്ങളും പൊറുക്കും. അപ്പൊ മുഅദ്ദിൻ പറയുമ്പോൾ അതുപോലെ പറയാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ. അതിന് പുറമെ വീണ്ടും പറയാം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബൻ വബിമുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനൻ എന്നൊരാൾ പറഞ്ഞാൽ ഗുഫിറ ലഹു ദംബഹു, അവന്റെ എല്ലാ ചെറു പാപങ്ങളും അള്ളാഹു പൊറുക്കും. അള്ളാഹു നമുക്ക് ബാങ്ക് കേൾപ്പിച്ചു തരുന്നത് നമസ്കരിക്കാൻ ഒരുങ്ങാൻ വേണ്ടി മാത്രമല്ല, അതിലൂടെ ഒരുപാട് ഹൈറ് നമ്മൾക്ക് ലഭിക്കാറുണ്ട്. മൂന്നാമത്തെ സംഗതി, ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ അതുപോലെ പറഞ്ഞ് പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വലാത്ത് ചൊല്ലണം. തുമ്മ സല്ലു അലയ്യ, പിന്നീട് നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. എപ്പോ? ബാങ്ക് അവസാനിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ. അതുവരെ നമ്മൾ ഇമാം മുഅദ്ദിൻ പറയുന്നത് പോലെ പറഞ്ഞു, ഹയ്യ അല സ്വലാ കേട്ടപ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടപ്പോൾ നമ്മൾ പറഞ്ഞ പ്രാർത്ഥന പറഞ്ഞു. ശേഷം പ്രവാചകന്റെ പേര് സ്വലാത്ത് ചൊല്ലണം. മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ, 10 നന്മ. ഈ സ്വലാത്ത്, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 നന്മ അള്ളാഹു നമുക്ക് വേണ്ടി രേഖപ്പെടുത്തും. സുമ്മ സലുല്ലാഹ ലി അൽ വസീല, പിന്നീട് നിങ്ങൾ എനിക്ക് വേണ്ടി വസീലത്തിനെ തേടണം. സ്വർഗത്തിൽ ഒരാൾക്ക് മാത്രം ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് വസീലത്ത്. ആത്തി മുഹമ്മദിൽ അൽ വസീല ഉൽ ഫദില എന്ന് പറഞ്ഞു. അത് ചോദിക്കണം. അത് സ്വർഗത്തിൽ ഒരു സ്ഥാനമാണ്. അത് ഒരാൾക്ക് മാത്രമേ ലഭിക്കൂ. അതെനിക്ക് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് എനിക്ക് വേണ്ടി നിങ്ങൾ അത് പ്രാർത്ഥിച്ചാൽ ഹല്ലത്ത് ലഹു ശഫാഅത്തി, അവന് എന്റെ ശുപാർശ അനുവദനീയമാവും. അള്ളാന്റെ റസൂൽ നമുക്ക് വേണ്ടി ശുപാർശ പറയുകയും ചെയ്യും. അപ്പോ മൂന്നാമത്തെ സംഗതി, ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലണം എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പലപ്പോഴും സൂചിപ്പിച്ചിരുന്നു. ശേഷമാണ് പ്രാർത്ഥന. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീല വൽ ഫദീല വബഅത്തു മഖാം മഹ്മൂദ് ലദി വഅത്ത എന്ന് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്താൽ ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, പരലോകത്ത് എന്റെ ശുപാർശ അയാൾക്ക് അനുവദനീയമായി എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നാലാമത്തെ സംഗതി, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടക്ക് പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയമാണ്. അനസ് റളിയല്ലാഹു അൻഹു ഖാൽ, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദഅവ ലാ തുറദ്ദു ബൈനൽ അദാനി വൽ ഇഖാമ ഫദ്ഉ, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടക്കുള്ള പ്രാർത്ഥന ഒരിക്കലും തള്ളപ്പെടുകയില്ല, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഇത്രയും കാര്യങ്ങളാണ് ബാങ്കിന് ഉത്തരം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഉത്തരം പറയുന്നതിന്റെ ശ്രേഷ്ഠത എന്താണ്? ഒന്ന്, നന്മക്ക് നമ്മൾ സാക്ഷികളാവുന്നു എന്നതാണ്. ഒരു നന്മ ചെയ്യും പോലെ തന്നെ പ്രധാനമാണ് നന്മക്ക് സാക്ഷിയാവുക എന്നത്. നാളെ അതിനു വേണ്ടി സാക്ഷി പറയുന്നവരിൽ നമ്മളും ഉൾപ്പെടും. ഒന്ന്. രണ്ട്, ബാങ്ക് കേൾക്കുമ്പോൾ അതിന് മറുപടി പറയുകയും ശേഷം സ്വലാത്ത് ചെല്ലുകയും ശേഷം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. മൂന്നാമത്തത്, പാപങ്ങൾ പൊറുക്കപ്പെടും. നമ്മുടെ എല്ലാ ചെറു പാപങ്ങളും ബാങ്കിന് ഉത്തരം പറയുന്നതിലൂടെ അള്ളാഹു പുറത്തു തരും. അതിൽ സ്വലാത്ത് വരുന്നുണ്ട്. അതിന് 10 നന്മ നമ്മൾക്ക് അള്ളാഹു രേഖപ്പെടുത്തും. അഞ്ചാമത്തത്, അന്ത്യദിനത്തിൽ പ്രവാചകന്റെ ശുപാർശ ലഭിക്കും. 6, ദൃഢവിശ്വാസത്തോടെ മുഅദ്ദിൻ പറയുന്നത് പോലെ പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് വേറെയും ഹദീസിൽ കാണാം. ഏഴാമത്തത്, ബാങ്കിന്റെ ഇടക്ക് ഇഖാമത്തിന്റെ ഇടക്ക് നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് നമ്മൾക്ക് ഉത്തരം ലഭിക്കും, പ്രാർത്ഥന തള്ളപ്പെടുകയില്ല. അതേപോലെ തന്നെ പ്രവാചകന്റെ ഒരു ചര്യ പിൻപറ്റിയവനായി നമ്മൾക്ക് മാറാൻ കഴിയും. അത്രയും കാര്യങ്ങളാണ് ബാങ്കിന് ഉത്തരം നൽകുന്നതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന പുണ്യങ്ങൾ.
അതേപോലെ തന്നെ ബാങ്ക് വിളിക്കുന്ന ആളും കേൾക്കുന്ന ആളും അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഓരോ പദങ്ങളും മുഅദ്ദിൻ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ പറയേണ്ടത്. മുഅദ്ദിന്റെ കൂടെയോ മുഅദ്ദിൻ പറഞ്ഞു കുറേ കഴിഞ്ഞിട്ടോ ആവരുത്. മുഅദ്ദിൻ പറഞ്ഞു കഴിഞ്ഞ ഉടനെ നമ്മൾ അതിന് മറുപടി പറയണം. അതെല്ലാവർക്കും സുന്നത്താണ്. രണ്ടാമത്തെ ജനാപത്തുള്ള ആളാണെങ്കിലും, ആർത്തവ രക്തത്തിൽ ആർത്തവ അശുദ്ധിയുള്ള അവസ്ഥയാണെങ്കിലും, പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളാണെങ്കിലും അവർക്കൊക്കെ ബാങ്കിന് മറുപടി പറയാവുന്നതാണ്. എന്നാൽ മലമൂത്ര വിസർജനം നടത്തുന്ന ആള്, ഭാര്യ ഭർത്തൃ ബന്ധം നടത്തുന്ന ആള്, അതുപോലെ തന്നെ നമസ്കാരത്തിലുള്ളവർ, ഇവർ മറുപടി പറയേണ്ടതില്ല. അല്ലാത്ത എല്ലാവർക്കും അശുദ്ധി അതിനൊരു തടസ്സമല്ല. മൂന്നാമത്തെ സംഗതി, ബാങ്ക് കേൾക്കുന്നവൻ മാത്രമേ മറുപടി പറയേണ്ടതുള്ളൂ. ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനെ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ അദ്ദേഹം പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിന് മറുപടി പറയേണ്ടതില്ല. ഉച്ചത്തിൽ പറയണം. അത് അയാളെ ദിക്റില്ലല്ല, അയാൾ ജനങ്ങളെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കുകയും നമസ്കാരത്തിന് സമയമായി എന്ന് അറിയിക്കുകയും ചെയ്യണം. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യണം? ഒച്ച നന്നായിട്ട് ശബ്ദം ഉയർത്തണം. അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അതൊക്കെ നിർത്തിയിട്ട് ഈ ബാങ്കിന് മറുപടി പറയണം. കാരണം എന്താ, ബാങ്ക് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മാത്രമേ ഉണ്ടാവും. തസ്ബീഹും ദിക്റും ഒക്കെ നമുക്ക് പിന്നെയും ചെയ്യാവുന്നതാണ്. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ സുബി നമസ്കാരത്തിന്റെ ബാങ്കില് അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് കേൾക്കുമ്പോൾ അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് തന്നെയാണ് പറയേണ്ടത്. സാധാരണ സദഖത്ത വബരിർത്ത എന്ന ഒരു പ്രാർത്ഥന ചില ആളുകൾ ചൊല്ലാറുണ്ട്. ആ ഹദീസ് ദുർബലമാണ്, അത് ദഈഫാണ്, അത് സ്വീകാര്യോഗ്യമല്ല എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കാം. ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂല് അത് പറഞ്ഞ് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഒരാൾ പള്ളിയിൽ കയറിയാൽ ബാങ്ക് വിളിക്കുകയാണെങ്കിൽ ആ ബാങ്കിന് മറുപടി പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം തഹിയ്യത്ത് നമസ്കരിക്കലാണ് ഏറ്റവും പുണ്യം. കാരണം അത് എല്ലാത്തിൻ്റെയും കൂലി കിട്ടാൻ ഏറ്റവും നല്ലത് അതാണ്. നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിൽ കയറി ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ബാങ്കിന് മറുപടി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് തഹിയ്യത്ത് നമസ്കരിക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നന്നാവുക. അപ്പൊ എല്ലാത്തിൻ്റെയും ഹൈർ കിട്ടും. അതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇനി റേഡിയോയിലൂടെ നമ്മൾ ബാങ്ക് കേൾക്കുക എങ്കിലും അതിന് നമ്മൾ മറുപടി പറയണം എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. സ്വാലിഹ് അൽ ഉസൈമീൻ പോലുള്ള പണ്ഡിതന്മാർ, സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ അങ്ങനെ ഫത്വ കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ബാങ്കിൽ കുറച്ച് കേട്ടാൽ അതിന് മറുപടി പറഞ്ഞാൽ മതിയോ, ബാക്കി കൂടെ നമ്മൾ ഭാവനയിൽ കണ്ട് മറുപടി പറയേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. ഏതായാലും കേട്ട ഭാഗത്തിന് നമ്മൾ മറുപടി പറയൽ സുന്നത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ബാങ്കിന് ശേഷം പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലല്ലാതെ, ഉദാഹരണത്തിന് ഒന്നു നഷ്ടപ്പെട്ടു, ഒന്നു എടുക്കാൻ പള്ളിയുടെ പുറത്ത് പോകണം, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കല്ലാതെ പള്ളിയിലുള്ള ഒരാൾ ബാങ്ക് വിളിച്ചാൽ പിന്നെ പള്ളിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല. അങ്ങനെ പോയ ഒരാളെ കണ്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്ക് എതിര് പ്രവർത്തിച്ചു എന്നാണ്. ഇമാം തുർമുദി റഹിമഹുല്ലാഹ് പറഞ്ഞത്, സ്വഹാബികളും അവർക്ക് ശേഷമുള്ളവരും ഇതനുസരിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതായത് വുളു എടുക്കാനോ മറ്റു അനിവാര്യ കാര്യങ്ങൾക്കോ അല്ലാതെ ബാങ്കിന് ശേഷം അവർ പള്ളിയിൽ നിന്ന് പുറത്തു പോകാറുണ്ടായിരുന്നില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. മൊബൈലിൽ ആരെ വിളിക്കുക, കച്ചവടം നടത്തുക, ഇതിനൊന്നും പള്ളിന്റെ പുറത്തേക്ക് പോയി ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലുള്ള ആള് അവിടെ നിന്ന് ആ ഇബാദത്ത് മറ്റു കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ പുറത്തേക്ക് പോകാവൂ. എന്നാൽ അനിവാര്യമായ കാരണം ഉണ്ടായി, രോഗിയായി, അല്ലെങ്കിൽ പിന്നെ വുളു നഷ്ടപ്പെട്ടു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ പള്ളിന്റെ പുറത്തേക്ക് പോവാം. ഇനി ബാങ്കിന്റെയും ഇക്കാമത്തിനും ഇടയിൽ വ്യത്യസ്ത ജോലികളിലുള്ള ആളുകൾക്ക് പള്ളിയിൽ എത്തി ജമാഅത്തിൽ പങ്കെടുക്കാനുള്ള സമയം അനുവദിക്കണം. അപ്പോൾ ബാങ്ക് കൊടുത്ത ഉടനെ ഇഖാമത്ത് കൊടുക്കുകയാണെങ്കിൽ പല ജോലികളിൽ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും,
ബാത്റൂമിലുള്ള ആളുകളുണ്ടാവും, കുളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും, വ്യത്യസ്ത ജോലികളിൽ ഏർപ്പെട്ട ആളുകളുണ്ടാവും. അവർക്കൊക്കെ പള്ളിയിൽ എത്താൻ ആവശ്യമായ ഒരു സമയം നമ്മൾ ബാങ്കിന്റെ ഇഖാമത്തിന്റെ ഒക്കെ കൊടുക്കണം. അതുകൊണ്ട് ബാങ്ക് കൊടുത്ത ഉടനെ ഇഖാമത്ത് കൊടുക്കുന്ന സ്വഭാവം ശരിയല്ല. ബാങ്കിന്റെ ഉത്തരം അതെങ്ങനെ മനസ്സിലായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് നമുക്ക് പ്രവർത്തിച്ച് കാണിച്ചു തന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖാമത്ത് കൊടുക്കാൻ പറഞ്ഞാലേ ബിലാൽ ഇഖാമത്ത് കൊടുക്കൂ. അപ്പൊ ഇമാമ് പറയുന്ന സമയത്താണ് ഇഖാമത്ത് കൊടുക്കേണ്ടത്. എന്നാൽ അതിനൊരു നിശ്ചിത സമയം നിശ്ചയിക്കണം. ഒരുവിധ ആളുകൾക്കൊക്കെ വരാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സമയം ക്രമം ഓരോ മഹലിന്റെ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കണം. എന്നിട്ട് ഇമാം വന്നിട്ടില്ലെങ്കിലോ അവിടെയുള്ള ഒരാൾക്ക് ഇമാമായി നമസ്കരിക്കുന്നതിന് വിരോധമില്ല. അപ്പൊ അതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബാങ്കുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമസ്കാരത്തിന്റെ ഷർത്തുകൾ. ഷർത്ത് എന്ന് പറഞ്ഞാൽ അലാമത്ത്, അടയാളം എന്നാണ്. അപ്പോ ഒരു സംഗതി ഉണ്ടെങ്കിലേ അത് ചെയ്യേണ്ടതുള്ളൂ. ഇത് ഉള്ളത് കൊണ്ട് അത് ചെയ്യൽ നിർബന്ധമല്ല. നമസ്കരിക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. ഈ നിബന്ധന ഉള്ളത് കൊണ്ട് നിസ്കരിക്കണം എന്നുണ്ടോ? അതുണ്ടാവില്ല. അതിനാ ഷർത്ത് എന്ന് പറയാം. ഉദാഹരണം, നമസ്കരിക്കണമെങ്കിൽ ഉളു വേണം. ഉളു എടുത്താൽ നിസ്കരിക്കണം നിർബന്ധമുണ്ടോ? ഇല്ല. ഇതാണ് ഷർത്ത്. അങ്ങനെയുള്ള 9ഓളം ഷർത്തുകൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഇബാദത്തിനുണ്ട്. ഒന്ന്, മുസ്ലിം ആയിരിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മാ കാന ലിൽ മുശ്രിക്കീന അൻ യഅമറു മസാജിദല്ലാഹി ഷാഹിദീന അലാ അൻഫുസിഹിം ബിൽ കുഫർ ഉലൈക ഹബതത് അഅമാലുഹും ഫഫിന്നാരി ഹും ഖാലിദൂൻ. തൗബ 17 അള്ളാഹ് പറയാണ്, ബഹുദൈവവാദികൾക്ക് സത്യനിഷേധത്തിന് സ്വയം സാക്ഷ്യം വഹിക്കുന്നവരായിക്കൊണ്ട് അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കാൻ അവകാശമില്ല. നമുക്കറിയാം, മുസ്ലിമായ ആൾക്ക് നമസ്കാരം നിർബന്ധം. നമസ്കരിച്ചിട്ട് കാര്യം. മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം തന്നെ നമസ്കാരമാണ്. വിശ്വാസമില്ലാത്തവന്റെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കൂല. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻഥൂറ. സൂറത്തുൽ ഫുർഖാനിൽ കാണാം. സത്യവിശ്വാസികളല്ലാത്ത സത്യനിഷേധികളായ ആളുകൾ ചെയ്യുന്ന അമലുകളെല്ലാം ധൂളികളായിട്ട് അള്ളാഹു പറത്തിക്കളയും. യാതൊരുവിധ പ്രയോജനവും പരലോകത്ത് ലഭിക്കുകയില്ല. സ്വാഭാവികമായി നമസ്കാരം അവിശ്വാസികളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുകയില്ല. മറ്റൊന്ന്, ബുദ്ധി വേണം. ബുദ്ധിയുള്ളവന്റെ നേരെ എതിരാണ് ഭ്രാന്തൻ, അല്ലെങ്കിൽ കുട്ടികൾ. ഭ്രാന്തന്മാരുടെയും കുട്ടികളുടെ നമസ്കാരം ശരിയാവുകയില്ല. അവർക്ക് നിസ്കരിക്കാന്ന് മാത്രം. ചെറിയ കുട്ടികൾ, അതേപോലെ തന്നെ ഭ്രാന്തൻ, അവർക്ക് നിസ്കാരം നിർബന്ധമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഫി അൽ ഖലമു അൻ സലാസ. 3 വിഭാഗത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആ മലക്കൾ ഓലെ കാര്യം എഴുതി രേഖപ്പെടുത്തൂല. 3 വിഭാഗത്തിന്റെ. ഒന്ന്, അനിൽ മജ്നൂനിൽ മഗ്ലൂബി അലാ അഖ്ലിഹി ഹത്താ യഫീഖ. ഭ്രാന്തനായ ആൾ, അയാൾക്ക് സ്വബോധവും ബുദ്ധിയും വരുന്നത് വരെ അവർ ചെയ്യുന്ന ഒരു കാര്യവും നന്മയുടെയോ തിന്മയുടെയോ മലക്കൾ രേഖപ്പെടുത്തുകയില്ല. രണ്ടാമത്തത്, അനി നായിമി ഹത്താ യസ്തയ്ഖിള. ഉറങ്ങുന്ന ഒരാൾ ഉണരുന്നത് വരെ അവന്റെ ഒരു കാര്യവും മലക്കൾ രേഖപ്പെടുത്തൂല. വഅനി സ്വബി, കുട്ടി, ഹത്താ യഹ്തലിമ. അവന് പ്രായപൂർത്തിയാകുന്നത് വരെ. പ്രായപൂർത്തിയാകുന്നവരെ ഒരു കുട്ടി ചെയ്യുന്ന നന്മക്ക് ഒരു പക്ഷേ ഹൈറ് കിട്ടിയേക്കാം, പക്ഷെ തിന്മന്റെ പേരിൽ എന്തായാലും അവർ രേഖപ്പെടുത്തൂല. മാത്രമല്ല, അവന്റെ പേരിൽ നിർബന്ധ ബാധ്യത ഒന്നുമില്ല. നമസ്കരിക്കാത്തതിന്റെ പേരിൽ കുറ്റമല്ല, നോമ്പ് നോൽക്കാത്തതിന്റെ കുറ്റമല്ല. അങ്ങനെ അവർ എന്തെങ്കിലും അള്ളാഹുക്ക് ഇഷ്ടമല്ലാത്ത സംഗതി ചെയ്താൽ അതിന്റെ പേരിൽ അവർക്ക് കുറ്റമില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മലക്കളുടെ പേന പ്രവർത്തിക്കൂല, രേഖപ്പെടുത്തൂല. അപ്പൊ ബുദ്ധി ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, പ്രായപൂർത്തിയായിരിക്കണം. മുറു ഔലാദക്കും ബിസ്വലാത്തി വഹും അബ്നാഉ സബ്ഇ. 7 വയസ്സായി നമസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായി നമസ്കരിക്കാത്തതിന്റെ പേരിൽ തല്ലണം. മിക്കവാറും പെൺകുട്ടികൾക്കൊക്കെ 9 വയസ്സിൽ ചിലപ്പോൾ ആർത്തവം ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രായപൂർത്തി ആർത്തവമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു 15 വയസ്സ് പൂർത്തിയാവുക എന്നതാണ്. അവിടെ മുതൽ മാത്രമേ അവരുടെ നമസ്കാരം അള്ളാഹു നമസ്കരിക്കാത്തതിന്റെ പേരിൽ ശിക്ഷിക്കുന്ന രൂപത്തിൽ നമസ്കാരം അവന് നിർബന്ധമാവുകയുള്ളൂ. അതേപോലെ ശുദ്ധി വരുത്തൽ. നമുക്കറിയാം, നമസ്കരിക്കുന്നവന്റെ ശരീരവും നമസ്കരിക്കുന്നവന്റെ വസ്ത്രവും നമസ്കരിക്കുന്ന സ്ഥലവും
നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. അതേപോലെ തന്നെ ഉളു എടുക്കണം. ഉളു ഇല്ലാത്തവന്റെ നമസ്കാരം സ്വീകരിക്കില്ല. നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നജസിൽ നിന്ന് ശുദ്ധിയാവണം, ശരീരത്തിൽ നിന്ന് ശുദ്ധിയാവണം. അതുപോലെ തന്നെ മലമൂത്ര വിസർജനം നടത്തുക. അത് വെള്ളം കൊണ്ടാണെങ്കിലും കല്ല് കൊണ്ടാണെങ്കിലും, മതി ഉള്ള ആളാണെങ്കിൽ ലൈംഗിക അവയവ കഴുകി ശുദ്ധിയാക്കണം. അപ്പൊ ശാരീരികമായി മനുഷ്യൻ ശുദ്ധിയുള്ളവനാവണം. അതുപോലെ തന്നെ വസ്ത്രത്തിൽ നജസ് ഉണ്ടാകാൻ പാടില്ല. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹോദരി ചോദിച്ചു, എന്താണ് പ്രവാചകരെ, ഞങ്ങളുടെ വസ്ത്രത്തില് ഹൈളിന്റെ രക്തമായാൽ എന്ത് ചെയ്യണം? അത് നന്നായി വരസി കഴുകി അതിൽ വെള്ളം കുടഞ്ഞ് കഴുകി ശുദ്ധിയാക്കിയിട്ട് നമസ്കരിക്കാം. അപ്പോൾ നമസ്കരിക്കുന്നവന്റെ വസ്ത്രത്തില് നജസ് ഉണ്ടാകാൻ പാടില്ല. അതില് മൂത്രമൊഴിച്ചാൽ നമുക്കറിയാം, മറ്റേ ഈ ഭക്ഷണം കഴിക്കാത്ത, മുലപ്പാലല്ലാത്ത ഭക്ഷണം കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ മൂത്രത്തിന് വെള്ളം കുടയുകയോ മൂത്രത്തെക്കാൾ കൂടുതൽ വെള്ളം ഒഴിക്കുകയോ ചെയ്താൽ മതി. ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ നന്നായി ഉരസി തേച്ച് വൃത്തിയാക്കണം. അതുപോലുള്ള നജസ്സുകൾ ശരീരത്തിൽ നിന്നും വസ്ത്രത്തിൽ നിന്നുമൊക്കെ നീക്കണം. അതുപോലെ സ്ഥലം, നമ്മൾ നമസ്കരിക്കുന്ന സ്ഥലം. ഇപ്പൊ പള്ളിയിൽ ഒരാൾ മൂത്രമൊഴിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് കയർത്ത് സംസാരിച്ച സ്വഹാബികളോട് പ്രവാചകൻ പറഞ്ഞു, അദ്ദേഹത്തെ വിട്ടേക്ക്, സാറല്ല, അറിയാതെ ചെയ്തു പോയതല്ലേ, നിങ്ങൾ ആ മൂത്രത്തിന് ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കാം. അപ്പൊ മനുഷ്യൻ നമസ്കരിക്കുമ്പോൾ അവന്റെ സ്ഥലവും അവന്റെ വസ്ത്രവും അവന്റെ ശരീരവും നജസിൽ നിന്ന് മുക്തമായിരിക്കണം. അത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്ന് മാത്രം. ആറാമത്തത് ഔറത്ത് മറക്കുക എന്നുള്ളത്. എങ്ങനത്തെ ഡ്രസ്സാണ് ധരിക്കേണ്ടത്? തൊലിയുടെ നിറം പുറത്തേക്ക് കാണാത്ത വിധത്തിലുള്ള വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത്. ഔറത്ത് മറക്കാൻ കഴിവുണ്ടായിട്ട് മറക്കാതെ നമസ്കരിച്ചവന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഒരു തർക്കവുമില്ല. പുരുഷന്റെ ഔറത്ത് ഏറ്റവും നിർബന്ധമായി മറക്കേണ്ട ഔറത്ത് മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലമാണ്. അപ്പൊ ഒരു തുണി ഞാൻ ഉടുത്ത് നമസ്കരിക്കുകയാണ്. ഇനി എൻ്റെ അടുക്കൽ എന്തെങ്കിലും ഒരു തുണിയോ ടവലോ തോർത്തോ ഉണ്ടെങ്കിൽ ഞാനത് തലയിലല്ല ഇടേണ്ടത്, തോളത്താണ്. രണ്ട് തോളും മറക്കുന്നതിനാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലം മറച്ചതിന് ശേഷം അവന്റെ അടുക്കൽ വല്ല വസ്ത്രം ഉണ്ടെങ്കിൽ അവൻ മറക്കേണ്ടത് അവന്റെ ചുമലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തല മറക്കലല്ല പ്രധാനം, ചുമലാണ് മറക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത ഹാഇദിൻ ഇല്ലാ ബിഖിമാരിൻ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുഖവും മുങ്കയും അല്ലാത്ത എല്ലാ ഭാഗവും മറക്കുന്ന രൂപത്തിലുള്ള ഡ്രസ്സ് കൊണ്ട് മാത്രമേ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അടിമുണ്ടില്ലാതെ ഒരു കമീസിലും നിസ്കാരക്കുപ്പായത്തിൽ മുഖമക്കനയിലും സ്ത്രീകൾ നമസ്കരിക്കാമോ? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, പ്രവാചകരെ, ഉള്ളിൽ വസ്ത്രമൊന്നുമില്ല, എന്നാൽ ഒരു വലിയ ഖമീസ്, നിസ്കാരക്കുപ്പായം, ഒരു മൊക്കന, ഇത് ഇട്ടിട്ട് ഒരു പെണ്ണിന് നമസ്കരിക്കാൻ പറ്റുമോ? അപ്പൊ നബിസ്വലാസം പറഞ്ഞു, അവരുടെ രണ്ട് കാൽപാദവും മറയുന്ന രൂപത്തിൽ അത്ര വിശാലമാണ് ഖമീസ് എങ്കിൽ അത് മതി, അവൾക്ക് നമസ്കരിക്കാവുന്നതാണ്. അപ്പോ സ്വതന്ത്രയും ശരീഅത്തിന്റെ നിയമങ്ങൾ ബാധകവുമായ ഒരു സ്ത്രീ നമസ്കാരത്തിൽ അവരുടെ രണ്ട് മുൻകൈകളും മുഖവും ഒഴിച്ച് ബാക്കി ശരീരത്തിന്റെ എല്ലാ ഭാഗവും മറക്കണം. അത് അവരുടെ ഔറത്താണ്. കണങ്കാലോ തലയുടെ അല്പം ഭാഗമോ വെളിവാകുന്ന തരത്തിൽ അവൾ നമസ്കരിച്ചാൽ അവളുടെ നമസ്കാരം ശരിയാവുകയില്ല. അത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. പുരുഷന്മാരെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഉടുമുണ്ട് മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലം മറച്ചതിന് ശേഷം എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടെങ്കിൽ അവര് ചുമല് മറക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. വസ്ത്രമൊന്നും ലഭിക്കാത്തൊരവസ്ഥയാണെങ്കിൽ എങ്കിലും നമസ്കാരം ഒഴിവാക്കരുത്. അവര് ആ രൂപത്തിൽ തന്നെ നമസ്കരിക്കണം. നമസ്കാരം ഒരാൾക്ക് ഒരു നിലക്കും ഒഴിവാക്കാനുള്ള വ്യവസ്ഥയില്ല. ഏഴാമത്തത് സമയമാവണം. സമയമായി എന്ന് നമുക്ക് ഉറപ്പാവും. ഏകദേശ ധാരണ ഉണ്ടായ പോലെ കൃത്യമായിട്ട് അറിയണം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത.
നമസ്കാരം സമയബന്ധിതമായി നിർണയിക്കപ്പെട്ട ഇബാദത്താണ്. സൂറത്ത് നിസാഇന്റെ 103-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. തുടർന്നുള്ള പറഞ്ഞു 5 നേരത്തെ നമസ്കാരത്തിന്റെ സമയത്തെ പറ്റി സൂചനയുള്ള ആയത്ത് സൂറത്ത് ഇസ്രാ 78-ാമത്തെ ആയത്താണ്. അഖിമിസ്സലാത്ത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. സൂറത്ത് ഇസ്രായിലെ 78-ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ 5 വക്ത് നമസ്കാരങ്ങളുടെയും സമയം സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെ? ലിദുലൂഖി ശംസ് അഖിമിസ്സലാ, നീ നമസ്കാരം നിലനിർത്തുക. ലിദുലൂഖി ശംസി, ലുദുലൂഖി ശംസ് എന്ന വാക്കിന്റെ അർത്ഥം ഈ സൂര്യൻ അല്പം ആകാശത്തിന്റെ മധ്യത്തിൽ നിന്ന് തെറ്റിയാൽ അത് ളുഹറിന്റെ സമയം. ഇലാ ഗസഖിൽ ലൈൽ, രാത്രി ഇരുൾ മുറ്റുന്നത് വരെ എന്ന് പറഞ്ഞാൽ ളുഹറിന്റെയും അസറിന്റെയും സമയത്തെ പറ്റിയാണ് ദുലൂഖു ശംസ് എന്ന പദം സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സൂര്യൻ പടിഞ്ഞാറ് നിന്ന്, സൂര്യൻ ആകാശത്ത് മധ്യാഹ്നത്ത് നിന്ന് അല്പം പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീങ്ങലാണ്. അങ്ങനെ ആ നീങ്ങിയിട്ട് ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ വലുപ്പം കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ അത് അസറിലേക്ക് എത്തും. അത് ഇലാ ഗസഖിൽ ലൈൽ, അതായത് രാത്രിയുടെ ഇരുട്ടിന്റെ ആരംഭം എന്ന വാക്ക് മഗ്‌രിബിന്റെയും ഇശാഇന്റെയും സമയം. ദുലൂഖു ശംസ്, സൂര്യൻ മധ്യാഹ്നത്ത് തെറ്റിയാൽ എന്നത് ളുഹറിന്റെ അസറിന്റെ സമയം സൂചിപ്പിക്കുക. രാത്രി തുടങ്ങി ഇരുൾ മുറ്റിയാൽ തന്ന മഗ്‌രിബിന്റെ ഇശാഇന്റെ സമയമായി. വ ഖുർആനൽ ഫജ്ർ, പ്രഭാത നമസ്കാരം, അത് സുബീനെയും സൂചിപ്പിക്കുന്നു. മൊത്തത്തിൽ ഒരു സൂചനമാണ്. മറ്റുള്ളതൊക്കെ വിശദമായി ഖുർആനും ഹദീസും വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ളുഹറിന്റെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങി ഒരു വ്യക്തിയുടെ നിഴൽ അവന്റെ അത്രയും ആകുന്ന സമയം, അതാണ് ളുഹറിന്റെ സമയം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമസ്കരിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതെപ്പോഴായിരുന്നു? അള്ളാഹുവിന്റെ റസൂലിൽ കാണാം, ജാബിർ അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകനടുക്കൽ വന്നു നമസ്കരിക്കാൻ ആവശ്യപ്പെടുകയും സൂര്യൻ മധ്യത്തിൽ നിന്ന് തെറ്റിയ ഉടനെ ളുഹർ നമസ്കരിച്ചു. രണ്ടാമത്തെ ദിവസം ജിബ്രീൽ വന്നിട്ട് മധ്യത്തിൽ തെറ്റി ഒരു വസ്തുവിന്റെ നിഴല് അതിന്റെ അത്ര ആയതിനു ശേഷം ളുഹർ നമസ്കരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് ളുഹറിന്റെ സമയം. സൂര്യൻ മധ്യത്തിൽ തെറ്റിയാൽ ആരംഭിക്കുക, അങ്ങനെ തെറ്റിയിട്ട് ഒരു വസ്തുവിന്റെ നിഴൽ ഇങ്ങനെ അതിനോളമായി അതിന്റെ അപ്പുറത്ത് പോകരുത്. ആ അതിനോളം ആയി കഴിഞ്ഞാൽ അതുവരെ ളുഹറിന്റെ സമയം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു. പിന്നെ ചൂട് കാലത്ത്, അറേബ്യ പോലുള്ള ചൂട് കാലത്ത് ളുഹറിനെ അല്പം പിന്തിപ്പിക്കല് അഭികാമ്യമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സമയം വിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. 1. 2, സാധാരണ ജനങ്ങളൊക്കെ ളുഹർ ബാങ്ക് കൊടുത്ത ഉടനെ പള്ളിയിൽ വരും, അവർക്ക് അതാണ് സൗകര്യമെങ്കിൽ അവിടെ പിന്തിക്കാനും പാടില്ല. നമ്മളെ നാട്ടിലൊന്നും ഇതിന്റെ ആവശ്യമില്ല. ഇത്ര വലിയ ചൂടുള്ള നാടല്ലല്ലോ. നമ്മളെ നാട്ടിലൊക്കെ ളുഹർ ബാങ്ക് കൊടുത്തിട്ട് സാധാരണ ബാങ്ക് ഈ കാലത്തിന് സമയം എത്രയാണോ അപ്പോൾ തന്നെ നമസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അപ്പോ ളുഹറിന്റെ സമയം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിനൊന്നും ഈ ളുഹറിന്റെ സമയം മധ്യാഹ്നത്ത് തെറ്റി ഒരു വസ്തുവിന്റെ നിഴല് അതിനോളം ആകുന്നത് വരെ, അത് കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ അസറിന്റെ സമയം ആരംഭിക്കാം. അസറിന്റെ സമയം ആരംഭിച്ച് ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ ഇരട്ടി ആകുന്നത് വരെ, അല്ലെങ്കിൽ സൂര്യൻ മഞ്ഞ നിറം ആകുന്നത് വരെയാണ് അസറിന്റെ സമയം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെയാണ് നമസ്കരിച്ച് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരു വസ്തുവിന്റെ നിഴല് അതിന്റെ വലുപ്പം കഴിഞ്ഞ് മുന്നോട്ട് പോയി, അങ്ങനെ ഏകദേശം വൈകുന്നേരം സൂര്യാസ്തമയത്തിന്റെ മുമ്പ് സൂര്യൻ ഒരു മഞ്ഞ നിറമാണ്, അതുവരെയാണ് അസറിന്റെ സമയം എന്ന് ഹദീസുകൾ കാണാം. അതിലേറ്റവും നല്ലത് സൂര്യൻ മഞ്ഞയാകുന്ന സമയമാണ് ഏറ്റവും ശരിയായ സമയം. അതുകൊണ്ട് അതുവരെയാണ് അസറിന്റെ സമയം എന്ന് മനസ്സിലാക്കാം. വഖ്തുൽ അസറി മാലം തസ്ഫിറു ശംസ്, സൂര്യൻ മഞ്ഞ നിറം ആകാത്തിടത്തോളം അസറിന്റെ സമയം. മഞ്ഞ നിറം ആയാലോ അസറിന്റെ സമയം അവസാനിക്കുക. എന്നാൽ അതുവരെ നമസ്കരിക്കാത്ത, എന്തെങ്കിലും കാരണവശാൽ നിസ്കരിക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ
അയാൾക്ക് മഞ്ഞ നിറം ആയാലും അസർ നമസ്കരിക്കാവുന്നതാണ്. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു, നമസ്കരിക്കാൻ ആവശ്യപ്പെട്ടു. ഒരു വസ്തുവിന്റെ നിഴല് അതിന്റെ നീളത്തിന് തുല്യമായ അവസരത്തിൽ അള്ളാഹു റസൂൽ അസർ നമസ്കരിച്ചു ഒരു ദിവസം. പിറ്റേന്ന് വീണ്ടും വന്നു അതേ അസർ നമസ്കരിക്കാൻ. അന്ന് ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ ഇരട്ടി ആകുന്നത് വരെ ഇരട്ടി ആയിട്ടാണ് ഈ സ്വല്ലല്ലാഹു വന്നത്. അപ്പോൾ അസർ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് അസറിന്റെ സമയം. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമയം നിശ്ചയിച്ചു കൊടുക്കാൻ ഒരുപാട് ദിവസം ജിബ്രീൽ വന്നു ഓരോ വക്തിന്റെ തുടക്കം എപ്പോഴാണ് അവസാനം എപ്പോഴാണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോ അതാണ് അസറിന്റെ സമയം എന്ന് പറയുന്നത്. മഗ്രിബിന്റെ സമയം സൂര്യൻ അസ്തമിച്ചത് മുതൽ അസ്തമയ ശോഭ മായുന്നത് വരെയാണ്. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം അസ്തമയ ശോഭ ഉണ്ടാവും, അത് മായുന്നത് വരെയാണ് മഗ്രിബിന്റെ സമയം. മഗ്രിബ് ഒരിക്കലും പിന്തിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ മഗ്രിബിന് ആകെ അത്ര സമയമുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് 2 ദിവസം മഗ്രിബ് നിസ്കരിച്ചതും 2 ദിവസം ഒരേ സമയത്താണ്. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി വെക്കാനുള്ള സമയം മഗ്രിബിനില്ല. ഇപ്പൊ ളുഹർ ആദ്യത്തെ ദിവസം നിസ്കരിച്ചപ്പോഴാണ് മധ്യാഹ്നം തെറ്റിയപ്പോഴാണ്. രണ്ടാമത്തെ ദിവസം നിസ്കരിച്ചപ്പോഴാണ് ഒരു വസ്തുവിന്റെ നേര് അതിന്റെ അത്ര ആയതിനു ശേഷം. എന്നിട്ട് ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള സമയമാണ് ളുഹർ എന്ന് പറഞ്ഞതുപോലെ മഗ്രിബിന്റെ സമയം പറഞ്ഞിട്ടില്ല. മഗ്രിബ് ബാങ്ക് കൊടുക്കുക ഇത് 2 റക്അത്ത് നമസ്കരിക്കാനുള്ള സമയമാണ് ബാങ്ക് വിളിച്ചതിന് ശേഷം ഇഖാമത്ത് കൊടുക്കാനുള്ളത്. മഗ്രിബിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് സ്വഹാബികൾ നമസ്കരിച്ചിരുന്നു എന്ന് കാണിക്കുന്ന ധാരാളം ഹദീസുകൾ. അള്ളാഹു റസൂല് സ്വല്ലൂ ഖബല സ്വലാത്തിൽ മഗ്രിബ് എന്ന് 3 വട്ടം പറഞ്ഞു. 3-ാമത്തെ വട്ടം പറഞ്ഞു ലിമൻ ഷാ, ഉദ്ദേശിക്കുന്നവന്, നിർബന്ധമല്ല എന്നർത്ഥം. അപ്പോ എന്നിട്ട് സ്വഹാബികൾ നമസ്കാരത്തിന് ബാങ്ക് കൊടുത്താൽ മദീന പള്ളിയിലെ ഈ ചുമരുകൾക്ക് നേരെ അല്ലെ തൂണുകൾക്ക് നേരെ ഓടാറുണ്ടായിരുന്നു. വേഗം പോയിട്ട് 2 റക്അത്ത് നിസ്കരിക്കാം. എന്തിനാ ചുമരിന്റെ നേരെ ഓടുന്നത്? നിസ്കരിക്കുന്നതിന് മുമ്പിൽ ഒരു മറ വേണം. അപ്പൊ ചുമരുകളും തൂണുകളുള്ള സ്ഥലത്തേക്ക് സ്വഹാബികൾ ഓടാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. മാത്രമല്ല അത് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ സ്വഹാബികൾ നിർവഹിച്ചിരുന്നു എന്ന് കാണാം. അപ്പോ ഞങ്ങൾ മദീനയിലായിരിക്കെ മുഅദ്ദിൻ ബാങ്ക് വിളിച്ചാൽ തൂണുകളിലേക്ക് ധൃതിപ്പെട്ട് ഓടുമായിരുന്നു. എന്നിട്ട് 2 റക്അത്ത് ലഘുവായി നമസ്കരിക്കും. എന്നിട്ട് സ്വഹാബികൾ പറഞ്ഞത്, ഒരു വിദേശിയായ ഒരാള് ആ സമയത്ത് പള്ളിയിൽ വന്നാല് ഈ മഗ്രിബിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കുന്നവരുടെ ആധിക്യം കണ്ടാൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിക്കാൻ തോന്നിപ്പോകും. അവരെല്ലാരും നിസ്കരിക്കുന്ന. അപ്പൊ അങ്ങനെ പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ച, എന്നാൽ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്ന 2 റക്അത്ത് നമസ്കരിക്കുന്ന സമയമാണ്. മഗ്രിബ് ബാങ്ക് കൊടുത്താൽ പിന്നെ ഇഖാമത്ത് കൊടുക്കാനുള്ള ഗ്യാപ്പ്, അത് ആ സമയത്ത് തന്നെ നിസ്കരിക്കുക എന്നുള്ളതാണ്. ഇശാ നമസ്കാരത്തിന്റെ സമയം അസ്തമയ ശോഭ മാഞ്ഞത് മുതൽ രാത്രിയുടെ മധ്യഭാഗം വരെയാണ്. രാത്രിയുടെ മധ്യഭാഗം വരെ ഇശാ നമസ്കരിക്കാം. അന്ന് ജനങ്ങൾ പല ജോലിയിലും പെട്ട ആളുകളായതുകൊണ്ട് ബാങ്ക് വിളിച്ച ഉടനെ എത്താൻ കഴിയാത്തത് കൊണ്ട് ഇശാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്തിപ്പിക്കാറുണ്ടായിരുന്നു. അന്ന് അത് അത്തരം സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇശാഇനെ ഇപ്പൊ നമസ്കരിക്കുന്നതിനേക്കാളും കുറച്ച് പിന്തിക്കുന്നതിന് വിരോധമില്ല എന്ന് നമ്മൾക്ക് കാണാം. പ്രയാസമൊന്നുമില്ലെങ്കിൽ, സമയം വിട്ട് കടക്കാത്ത രീതിയിൽ ഇശാ നമസ്കാരത്തൊക്കെ പിന്തിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ സംഗതി. പക്ഷേ നമ്മുടെ നാട്ടിലെ സാധാരണ ആളുകൾ ബാങ്ക് കൊടുത്ത ഉടനെ സാധാരണ നമസ്കാരത്തിന് വരുന്നത് പോലെ 10-20 മിനിറ്റ് കൊണ്ട് എത്തും. അതാണ് അവർക്ക് സൗകര്യമെങ്കിലോ അതാണ് ശ്രേഷ്ഠം. അത് നമ്മളെ ഓരോ സ്ഥലത്തെ പ്രാദേശിക സൗകര്യം അനുസരിച്ചാണ് നമ്മൾ ചെയ്യാറ്. അപ്പൊ ഇശാന്റെ സമയം അതാണ്. സുബി നമസ്കാരത്തിന്റെ സമയം ഫജ്ർ സ്വാദിഖ് വെളിപ്പെട്ടത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ നിൽക്കാൻ പാടില്ല. ആ ഇരുട്ട് ഫജ്ർ സ്വാദിഖ് വെളിവായ ഉടനെയുള്ള ആ ഇരുട്ടത്ത് തന്നെയാണ് നമ്മൾ സുബി നമസ്കരിക്കേണ്ടത്. എല്ലാവർക്കും ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഞാനൊന്ന് ആ സമയത്തെ പറ്റി സൂചിപ്പിച്ചു എന്ന് മാത്രം. പ്രഭാത വെളിച്ചം പൊട്ടി വിടരുന്ന സമയം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകർക്ക് വന്നിട്ട് നമസ്കരിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ആ ബാങ്ക് വിളിച്ച് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഒരല്പസമയം പറ്റ വെളുപ്പാകുന്നതിന്റെ മുൻപ്, എന്നാൽ സുബഹി നിസ്കരിച്ച് പുറത്തിറങ്ങിയാലും
ആളുകൾ കണ്ടാലൊക്കെ തിരിച്ചറിയും, ഒരാണാണ് ഒരു പെണ്ണാണത് എന്ന് തിരിച്ചറിയാവുന്ന ഒരു ചെറിയ പ്രകാശം സുബി നിസ്കരിച്ച് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാവുകയും ചെയ്യും. ആ സമയത്താണ് സുബി നമസ്കരിക്കേണ്ടത് എന്ന് കാണാൻ കഴിയും. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമസ്കാരത്തിന്റെ സമയം അത് നിശ്ചയിക്കപ്പെട്ട സമയത്തേക്കാൾ മുന്തിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ സമയമാകുന്നതിന് മുമ്പ് നമസ്കരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിശ്ചയിക്കപ്പെട്ട സമയത്തെ തൊട്ട് പിന്തിക്കലും ഹറാം. വളരെ ശ്രദ്ധിക്കേണ്ടത്. അകാരണമായി നമ്മൾ നമസ്കാരം പിന്തിച്ചാൽ എന്നിട്ട് അവർ നമസ്കരിച്ചാൽ നമസ്കാരം ശരിയാവും, പക്ഷേ നമസ്കാരം അകാരണമായി പിന്തിപ്പിച്ചതിന് അവൻ കുറ്റക്കാരനാവും. കപടവിശ്വാസിയുടെ നമസ്കാരത്തെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്നു. അവസാന സമയം വന്നിട്ട് ഒരു 4 കൊത്തു കൊത്തുക. സംഗതി സമയം കഴിഞ്ഞിട്ടില്ലെങ്കിലും അകാരണമായിട്ടാണ് അയാൾ നമസ്കാരം അല്ലെങ്കിൽ വൈകിപ്പിച്ചതെങ്കിൽ അതിന്റെ പേരിൽ അയാൾ കുറ്റക്കാരനാവും. ഇനി മറന്നു പോവുകയോ ഉറങ്ങിപ്പോവുകയോ ഒക്കെ ചെയ്താൽ എപ്പോഴാണോ ഓർമ്മ വരുന്നത്, എപ്പോഴാണോ ഉണരുന്നത്, അപ്പോൾ അത് നമസ്കരിക്കണം. ഖന്തഖ് ദിവസം, ഖന്തഖ് യുദ്ധത്തിന്റെ ദിവസം കാഫിരീങ്ങളുടെ കാരണത്താൽ അസ്ർ നമസ്കാരം സൂര്യൻ അസ്തമിക്കുമ്പോൾ നമസ്കരിക്കാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ആക്ഷേപിക്കുകയും ഉടനെ തന്നെ സൂര്യാസ്തമന ശേഷം തന്നെ അസ്ർ നമസ്കാരം നിർവഹിക്കുകയും ചെയ്തതായി കാണാൻ സാധിക്കും. അത് പലപ്പോഴും ചില സന്ദർഭത്തിലൊക്കെ അള്ളാഹുവിന്റെ റസൂലിന് സ്വഹാബികൾക്ക് നമസ്കാരം സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്, എന്നാൽ അത് ഉടനെ തന്നെ നിർവഹിക്കുകയായിരുന്നു പ്രവാചകന്റെ ചര്യ. ഇനി ഒരാൾ ഒരു 3 ദിവസത്തിൽ കുറവ് ബോധം കെട്ടുകൾ, ഒരാൾക്ക് ബോധമല്ല, ഒരു ദിവസം അല്ലെ 2 ദിവസം 3 ദിവസം, 3-ാമത്തെ ദിവസം വൈകുന്നേരം ആയപ്പോഴേക്ക് ബോധം തിരിച്ചു വന്നു എങ്കിൽ ഈ 3 ദിവസത്തെ നമസ്കാരം അയാള് നിർവഹിക്കണം. 3 ദിവസത്തിൽ കൂടുതലാണ് ബോധക്ഷയമെങ്കിൽ അവന്റെ വിധി ഭ്രാന്തന്മാരുടെ വിധിയാണ്. ഭ്രാന്തന്മാരുടെ വിധി എന്താണ്? അയാൾക്ക് ഭ്രാന്ത് മാറുന്നത് വരെ നമസ്കാരം നിർബന്ധമല്ല. ആ നമസ്കാരം അയാള് രണ്ടാമത് നമസ്കരിക്കുകയും വേണ്ടതില്ല. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ. അടുത്തത് ഖിബിലക്ക് മുന്നിടുക. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ അത് ആവശ്യപ്പെട്ടതാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും ഖിബിലക്ക് നേരെ തിരിഞ്ഞിട്ട് വേണം നമസ്കരിക്കുവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുംത ഇല സ്വലാ, നീ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ നന്നായി വുളൂ ചെയ്യണം. പിന്നെ ഖിബിലക്ക് നേരെ തിരിയണം. ഫകബ്ബിർ, എന്നിട്ട് നീ എന്ത് ചെയ്യണം? തക്ബീർ ചൊല്ലി നമസ്കാരത്തിലേക്ക് പ്രവേശിക്കണം. അപ്പൊ ഖിബിലക്ക് മുന്നിടുക എന്നത് നമസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടതാണ്. ഇപ്പൊ ഖുബാ പള്ളിയിൽ, മദീനയിൽ ചെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി നിർമ്മിച്ച പള്ളി ഖുബാ പള്ളിയാണ്. ആ പള്ളിയിൽ വെച്ച് നമസ്കരിച്ചുകൊണ്ടിരിക്കെ അപ്പോഴാണ് ആ ഉള്ള ആളുകൾക്ക് ഖിബില മാറിയ വിവരം കിട്ടും. അപ്പോൾ അവര് ഉടനെ തന്നെ ഈ ബൈത്തുൽ മുഖദ്ദിസിൽ നിന്ന് മാറി കഅബയിലേക്ക് തിരിഞ്ഞതായി കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖുബാ പള്ളിയിൽ ജനങ്ങൾ സുബി നമസ്കരിച്ചുകൊണ്ടിരിക്കെ ഒരു വ്യക്തി അവരുടെ അടുക്കൽ വരികയും ഇന്നലെ രാത്രി പ്രവാചകന് ആയത്ത് അവതരിച്ചു, കഅബയിലേക്ക് തിരിയാൻ അതിൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കഅബയിലേക്ക് തിരിയൂ എന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഉടനെ തന്നെ അവര് കഅബക്ക് നേരെ തിരിഞ്ഞു എന്ന് കാണാം. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഖിബിലക്ക് നേരെ തിരിയുക എന്നത് നിർബന്ധമായ ഒരു നിബന്ധനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബികൾ പറഞ്ഞു, സ്വല്ലൈനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നഹ്വ ബൈത്തുൽ മുഖദ്ദിസ്, ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് തിരിഞ്ഞിട്ട് നമസ്കരിച്ചു പ്രവാചകൻ. സിത്തത്ത അശറ ശഹറൻ ഔ സബഅത അശറ ശഹറൻ, ഒരു 16-17 മാസക്കാലം ഞങ്ങൾ മദീനയിലെത്തിയിട്ട് ബൈത്തുൽ മുഖദ്ദിസ് നമസ്കരിച്ചത്. സുമ്മ സറഫനാ നഹ്വൽ കഅബ, പിന്നീട് ഞങ്ങൾ കഅബയിലേക്ക് തിരിയാണ് ചെയ്തത്. കഅബ നേർക്ക് നേരെ കാണാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ കഅബക്ക് നേരെ തന്നെ തിരിയണം. കാണാൻ പറ്റാത്ത ദൂരത്തിലാണെങ്കിൽ അതിന്റെ നേരെ ആയാൽ മതി. അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിപ്പോയി എന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. കാരണം അല്ലാഹു റസൂൽ പറഞ്ഞു, മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി ഖിബല, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിലാണ് ഖിബല. അത് അവരെ സംബന്ധിച്ചിടത്തോളം, മദീനയിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിലാണ് ഖിബല എന്ന് പറഞ്ഞാൽ ഖിബലക്ക് നേരെ ഏകദേശം തിരിഞ്ഞാൽ മതി. കറക്റ്റായിട്ട് അങ്ങോട്ട് തന്നെ
തിരിയണം എന്നില്ല, അതിന് സാധിക്കൂലല്ലോ അന്നത്തെ കാലത്തനുസരിച്ച്. അപ്പോ കിബിലക്ക് നേരെ തിരിയണം. കിബിലക്ക് നേരെ ഈ തിരിയൽ അനിവാര്യമില്ലാത്ത ചില സന്ദർഭങ്ങളുണ്ട്. അതിലൊന്ന്, കഅബ കിബില കണ്ടുപിടിക്കാൻ ഒരു അടയാളം ഇല്ല എന്നൊക്കെ, ചോദിച്ചറിയാനും ആളില്ല, പറഞ്ഞു തരാനും ആളില്ല, ഒരടയാളം ഇല്ല, എന്ത് ചെയ്യും? അപ്പൊ ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് അയാൾ നമസ്കരിക്കുക. പിന്നീട് അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ നമസ്കാരം നമ്മൾ നടക്കേണ്ടതില്ല. കാരണം ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഖുബാ പള്ളിയിൽ നിന്ന് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഖിബിലക്ക് കഅബക്ക് നേരെ തിരിഞ്ഞത്. ആ നമസ്കാരം തുടങ്ങിയത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ടാണ്. ആ നമസ്കാരം വീട്ടാൻ അള്ളാഹുവിന്റെ റസൂൽ അവരോട് കൽപ്പിച്ചിട്ടില്ല. അപ്പോ ഒരു സ്ഥലത്തെത്തി ഖിബില മനസ്സിലാവാൻ യാതൊരു വഴിയുമില്ല, ഏകദേശം ഒരു ധാരണ വെച്ച് നിസ്കരിച്ചു. അപ്പൊ അവര് പിന്നെ ഖിബില തെറ്റിപ്പോയി നിൽക്കുക. അതുകൊണ്ട് പ്രശ്നമില്ല, നമസ്കാരം അവര് മടക്കേണ്ടതില്ല. ആമിർ ബിനു റബീഅ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇരുട്ടുള്ള ഒരു രാത്രിയിൽ പ്രവാചകനോടൊപ്പം ഞങ്ങൾ ഒരു യാത്രയിലായി. അങ്ങനെ ഖിബില ഞങ്ങൾക്ക് സംശയമായി, പക്ഷേ ഞങ്ങൾ നമസ്കരിച്ചു. നേരം വെളുത്തപ്പോൾ ഖിബില തെറ്റിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. അപ്പോൾ ഈ ആയത്ത് അവതരിച്ചു. ഏതായത്ത്? ഫഅൈനമാ തുവല്ലൂ വസമ്മ വജ്ഹുല്ലാഹ്. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ അള്ളാന്റെ മുഖമുണ്ട്, അത് മതി എന്ന ആയത്ത് ഈ സന്ദർഭത്തിലാണ് ഇറങ്ങിയത് എന്ന് ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി രണ്ടാമത്തത്, ഖിബിലേക്ക് തിരിയാൻ കഴിയാത്ത അവസ്ഥ. ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ആളില്ല, രണ്ട് രോഗിയാണ്, അയാളെ തിരിച്ചു കടത്താൻ ആളില്ല. എങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് എങ്ങോട്ടാണോ തിരിഞ്ഞ് നിസ്കരിക്കാൻ പറ്റുക അങ്ങനെ നിസ്കരിക്കണം. അതേപോലെ തന്നെ യാത്രക്കിടയിൽ ഖിബിലക്ക് നേരെ തിരിയേണ്ടതില്ല. അവനവന്റെ വാഹനം, ഇന്നിപ്പോ ട്രെയിനിലും പ്ലെയിനിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹം അനുസരിച്ച് വാഹനം ഖിബിലക്ക് നേരെ തിരിഞ്ഞ് നിൽക്കൂലല്ലോ. അപ്പൊ അവർ ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കുക എന്നതാണ്. അതേപോലെ തന്നെ നിയ്യത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഒരു കർമ്മം തുടങ്ങുമ്പോൾ, ഇപ്പൊ നമസ്കരിക്കുമ്പോൾ ഞാൻ ഇന്ന നമസ്കാരമാണ് നമസ്കരിക്കുന്നത് എന്ന് കരുതണം. അസ്ർ നമസ്കരിക്കുകയാണ്, അത് മനസ്സിലാക്കരുത്. നാവ് കൊണ്ട് നിയ്യത്ത് പറയൽ ബിദ്അത്താണ്, അതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല. നിയ്യത്ത് നാവ് കൊണ്ട് പറയേണ്ട സന്ദർഭം ഹജ്ജിൽ മാത്രമാണ്. ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജത്തൻ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജത്തൻ, അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ. ഉംറക്കും ഹജ്ജിനും നിയ്യത്ത് നാവ് കൊണ്ട് പറയാവുന്നതാണ്. അല്ലാത്ത എല്ലാ ഇബാദത്തിനും നാവ് കൊണ്ട് പറയൽ ബിദ്അത്ത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഈ ഇബാദത്തിന്റെ എല്ലാ വശങ്ങളും ശ്രദ്ധിച്ച് നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഇത്തരം നിബന്ധനകളൊക്കെ വളരെ കൃത്യമായി നമ്മൾ പാലിച്ചിരിക്കണം. ഖിബിലക്ക് നേരെ തിരിയാണെങ്കിലും വസ്ത്രം ധരിക്കുമ്പോൾ, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലമാണ് ഔറത്ത്. എന്നാൽ അവൻ ധരിക്കുന്ന വസ്ത്രം ഒരു കാരണവശാൽ നെരിയാണിക്ക് താഴോട്ട് പോകാൻ പാടില്ല. 3 വിഭാഗം ആളുകൾ അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല, അള്ളാഹു അവരിലേക്ക് നോക്കുകയില്ല, അള്ളാഹു അവരെ ശുദ്ധീകരിക്കുകയില്ല. വളരെ ഗൗരവത്തിലാണ്. അള്ളാഹു ഒരു മനുഷ്യനോട് പരലോകത്ത് സംസാരിക്കണമെന്നല്ല, നോക്കണമെന്നല്ല. ഈ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വിചാരണ നടത്തിയിട്ട് 2-1 തീരുമാനിക്കൂല. 3 വിഭാഗം ആളുകളാണ്. അതിൽ ഒന്നാമത്തത് അൽ മുസബ്ബിൽ. തുണി, പാന്റ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നെരിയാണിക്ക് താഴേക്കിടുന്നവൻ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നെരിയാണിക്ക് താഴേക്ക് വസ്ത്രം ഇടുന്ന ആ ഭാഗം നരകത്തിലാണ്. അവനോട് അള്ളാഹു സംസാരിക്കൂല, അവനെ തിരിഞ്ഞു നോക്കൂല, അവനെ ശുദ്ധീകരിക്കൂല. എത്ര ഗൗരവത്തിലാണ്! ഇന്ന് എത്ര ലാഘവത്തോടെയാണ് ആളുകൾ അത് കാണുന്നത് എന്ന് നിങ്ങൾ എവിടെയെങ്കിലും പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ ഓരോ തുണിയും പാൻറ്റും ഒക്കെ എവിടെയുള്ളത് നോക്കിയാൽ മതി. രണ്ടാമത്തത് അൽ മന്നാൻ. മന്നാൻ എന്ന് പറഞ്ഞാൽ അവരവൻ ചെയ്ത നന്മ അവരവൻ തന്നെ എടുത്തു പറയുക എന്നുള്ളതാണ്. ഞാൻ ചെയ്ത നന്മ ഞാൻ തന്നെ എടുത്തു പറയാം. അതൊരിക്കലും പാടില്ല. ലാ തുബ്തിലു സ്വദഖാത്തിക്കും ബിൽ മന്നി വൽ അദാ. സൂറത്ത് ആലു ഇംറാനിൽ കാണാം. നിങ്ങൾ ചെയ്ത സ്വദഖ,
നിങ്ങൾ എടുത്തു പറയൽ കൊണ്ടും ആർക്കാണോ സദക്ക കൊടുത്തത് അവരെ അതിന്റെ പേരിൽ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടും ബാത്തിലാക്കി കളയരുത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാണെങ്കിൽ ഇത് പടച്ചോൻ മാത്രം അറിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത വിധം സ്വതക്ക ചെയ്യുന്നവനെ അള്ളാഹു അർശിന്റെ തണലിലേക്ക് ചേർത്ത് പിടിക്കണം. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. സൂറത്തു ദഹറിൽ സ്വർഗത്തിലെ കർപ്പൂരം കലർത്തിയ പാനീയം കുടിക്കുന്ന ആളുകളെ അള്ളാഹ് പരിചയപ്പെടുത്തി. അവർ ചെയ്യുന്ന നന്മ: ഒന്ന്, യൂഫൂന ബിൻ നദിരി, അവർ നേർച്ച നേർന്നാ പൂർത്തിയാകും. രണ്ട്, വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വാസിറ, ബന്ധനസ്ഥർക്കും അനാഥകൾക്കും യത്തീമുകൾക്കും അവർ ഭക്ഷണം കൊടുക്കും. ഇങ്ങനെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങിപ്പോകുന്ന മനുഷ്യരോട് ഈ വീട്ടുകാരൻ പറയുന്ന ഒരു വാക്കുണ്ട്: ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ, ഞങ്ങൾ ഈ ഭക്ഷണങ്ങൾക്ക് തന്നതേ അള്ളാന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചിട്ടാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, ഒരു നന്ദി വാക്കോ പ്രത്യുപകാരമോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നേയില്ല. മുസ്ലിം പണ്ഡിതന്മാർ ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തി: ഞാൻ ഒരാൾക്കൊരു സദക്ക കൊടുത്താൽ ദ്വാരക്കനട്ടോ എന്ന് പോലും ഞാൻ പറയാൻ പാടില്ല, അതുപോലും ഞാൻ ആഗ്രഹിക്കാൻ പാടില്ല. അത് അവർ ചെയ്യണം, അത് അവരുടെ മര്യാദയാണ്. പക്ഷേ നമ്മളെ നാട്ടിൽ നിന്ന് യത്തീംഖാനക്ക് ഒരു ചാക്ക് അരി കൊടുത്താൽ ആ അരി കൊടുക്കലും മുമ്പ് തന്നെ അരി കിട്ടാൻ വേണ്ടി പോലും പറയല് ഞങ്ങൾ മക്കളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചോളാം. നമ്മൾ ആവശ്യപ്പെടല്ലോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലും സദക്ക കൊടുത്ത ആള് ആർക്കാണോ കൊടുക്കുന്നത് അയാളിൽ നിന്ന് ആഗ്രഹിക്കാനോ ആവശ്യപ്പെടാനോ പാടില്ല എന്ന് മുസ്ലിം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അപ്പൊ അവനവൻ ചെയ്ത നന്മ എന്താണ് ശരി അതെടുത്ത് പറയാൻ അള്ളഹാനോട് പറയാം: പടച്ചോനെ അങ്ങനെ ചെയ്തിക്കണ്, സ്വീകരിക്കണേ. റബ്ബനാ തഖബ്ബൽ മിന്നാ. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് ആരോടാ? അള്ളഹാനോടാണ്. അവിടെ വരുന്ന ആരോടെങ്കിലും ഇബ്രാഹിം നബി പറഞ്ഞോ ഞാൻ ഉണ്ടാക്കിയതാട്ടോ, ശ്രദ്ധിക്കണം, ഇപ്പൊ കല്ല് വെച്ചിട്ടേ ഉള്ളൂ, ഇപ്പൊ പടുത്തിട്ടേ ഉള്ളൂ, അവിടെ തുടരുത് ഇവിടെ തുടരുത്, ഒന്നും പറഞ്ഞില്ല. അള്ളാഹുവിലേക്ക് വിട്ടു. അപ്പൊ അൽ മന്നാൻ എന്ന് പറഞ്ഞാൽ അതാണ്. മറ്റൊന്ന്, തൻ്റെ കച്ചവട വസ്തു കള്ളസത്യം ചെയ്ത് വിറ്റടിക്കുന്ന കച്ചവടക്കാരൻ. ഈ മൂന്ന് വിഭാഗം ആളുകളെ അള്ളാഹു പരലോകത്ത് ഒരു നിലക്കും പരിഗണിക്കൂല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. വസ്ത്രധാരണത്തിലെ കാര്യത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ച് ശ്രദ്ധിക്കാം. സ്ത്രീകളെ സംബന്ധിച്ച് 3 തരം വസ്ത്രങ്ങളുണ്ട്. ആ 3 തരം വസ്ത്രം ധരിച്ച പെണ്ണ് ഓള് നിസ്കാരത്തിലാവട്ടെ അല്ലാത്തവട്ടെ അവൾക്ക് സ്വർഗത്ത് കടക്കൂല എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ വാസന പോലും ലഭിക്കൂല എന്നുള്ള റസൂൽ പറഞ്ഞു. ഒന്ന്, നല്ല വലുപ്പുണ്ട്, ശരീരത്തിന്റെ മുഖവും മുഖയും അല്ലാത്ത ഭാഗമൊക്കെ മറയുണ്ട്, പക്ഷെ വളരെ നേരിയതാണ്. അതിന്റെ ദോഷം എന്താന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ചില സ്ത്രീകൾ തലയിൽ തട്ടം, ആ തട്ടത്തിന്റെ ഉള്ളിൽ കൂടെ അവരുടെ തലയുടെ വെളുപ്പ് വരെ കാണാം. നേരിയ ചൈന സിൽക്കിന്റെ ഒക്കെ നേരിയ ഒരു തുണി എന്തിനിടുകയാണ്? ഒരു സ്ത്രീ വസ്ത്രിക്കുമ്പോൾ അവരുടെ തൊലിയുടെ നിറം പുറത്ത് കാണുന്ന വിധം നേരിയ വസ്ത്രം ധരിക്കാൻ പാടില്ല. 2, നല്ല വലുപ്പമുണ്ട്, നല്ല കട്ടിയുണ്ട്, പക്ഷെ ഇടുങ്ങിയതാണ്. ഇടുങ്ങുമ്പോ എന്താണ്? ഒരു മനുഷ്യന്റെ ശരീരത്തിലെ പുറത്തേക്ക് തെറിച്ചു നിൽക്കുന്ന അവയവങ്ങളൊക്കെ ഇങ്ങനെ തുറിച്ചു നിൽക്കും. അത് ഹറാമാണ്. അങ്ങനത്തെ ഡ്രസ്സ് ഒരു പെണ്ണ് നിസ്കാരത്തിലാവട്ടെ അല്ലാത്തപ്പോഴാണ് ഇടാൻ പാടില്ല. 3-മത്തത്, നല്ല കട്ടിയുണ്ട്, നല്ല ലൂസും ഉണ്ട്, പക്ഷേ വലുപ്പല്ല. മുട്ടും കൈയിന്റെ കീപ്പിട്ട്, കഴുത്തിന്റെ പടെ, വയറിന്റെ ഭാഗമൊക്കെ പുറത്താണെങ്കിൽ ഈ 3 രീതിയിൽ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച് കാസിയാത്തുൻ, ആരിയാത്തുൻ, മായിലാത്തുൻ, മുമീലാത്തുൻ, റുഊസുഹുന്ന കഅസ്മിനത്തിൽ ബുഖ്തിൽ മായില വലാ യദ്ഖുലുൽ ജന്ന വലാ യജിദീന റീഹഹ ഫഇന്ന റീഹഹ ലതൂജദു മസീറത്തി കദാ വകദാ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം.
കിലോമീറ്ററുകളോളം അടിച്ചു വീശുന്ന, കിലോമീറ്ററുകൾ അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ പരിമളം പോലും ഇത്തരം ആളുകൾക്ക് ലഭിക്കൂല. നല്ലോണം ശ്രദ്ധിക്കണം. നിസ്കാരം മാത്രമല്ല ശരിയാവാൽക്കൽ, സ്വർഗത്ത് കടക്കൂല എന്ന് മാത്രമല്ല, കിലോമീറ്ററുകൾ അടിച്ചു വീശുന്ന സ്വർഗത്തിന്റെ പരിമളം ഇത്തരം സ്ത്രീകൾക്ക് ഒരു കാരണവശാലും കിട്ടൂല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് വാങ്ങിക്കൊടുക്കുന്ന ഭർത്താക്കന്മാർ, രക്ഷിതാക്കൾ, അവർ ഇതിന്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരും. സ്വർഗത്തിന്റെ വാസന കിട്ടാത്ത കുറെ ആളുകളെ അള്ളാഹ് റസൂല് പരിചയപ്പെടുത്തിയപ്പോൾ അതിൽ ഒരു വിഭാഗം ദയ്യൂസ്. എന്താ ദയ്യൂസ്? അവനവന്റെ വീട്ടിൽ ഹറാമായ സംഗതി നടക്കുന്നത് കണ്ടിട്ട് നിയന്ത്രിക്കാത്ത, ഇടപെടാത്ത, തിരുത്താത്ത ഭർത്താവ്, മക്കള്, ബാപ്പ, ഉമ്മ, ഉത്തരവാദിത്തപ്പെട്ടവർ, അവർക്ക് പറയുന്ന പേരാണ് ദയ്യൂസ്. എന്റെ വീട്ടിൽ വിവാഹം നടക്കുന്നു, എന്റെ വീട്ടിലെ വിവാഹത്തിൽ എന്റെ കുട്ടിന്റെ കൂടെ പഠിച്ച കൂട്ടുകാർ വരുന്നു, അവരാടുന്നു, പാടുന്നു, ഡാൻസ് കളിക്കുന്നു, വീട്ടുകാരന് ഒരു നിയന്ത്രണം ഇല്ലെങ്കിൽ ഓന്റെ പേരാണ് ദയ്യൂസ്. ഹറാമ് എന്റെ വീട്ടിൽ നടക്കുന്നു, അത് നിയന്ത്രിക്കേണ്ട ബാധ്യത നമ്മൾക്കുണ്ട്. കല്യാണം കഴിഞ്ഞ വീട്ടിൽ പടക്കം പൊട്ടിക്കുന്നു, കല്യാണത്തിന്റെ തലേന്ന് ദിവസം ഹറാമായ രൂപത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കൊഴയുന്നു, ഗാനമേള നടത്തുന്നു, എന്തെല്ലാം തോന്നിവാസം. എന്നിട്ടോ നമസ്കരിച്ച് നോമ്പ് വെക്കുന്ന മനുഷ്യന്മാർ അവിടെ പോയിട്ട് സഹകരിക്കുന്നു, പങ്കെടുക്കുന്നു, ഒരു പ്രശ്നമില്ല. ഇവന്റെ പേരെന്തായിരിക്കുന്നത്? ദയ്യൂസ് എന്നാണ്. അതുകൊണ്ട് വസ്ത്രധാരണത്തിൽ ഈ കാര്യം പുരുഷന്മാരും സ്ത്രീകളും ശ്രദ്ധിക്കണം. നമസ്കരിക്കാൻ വേണ്ടി ഒരു വസ്ത്രം ഉണ്ടാവൽ വളരെ നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ വേണ്ടി ഒരു വസ്ത്രം, അതിന് മാത്രം, അത് ആ നമസ്കാരത്തിനും അള്ളാഹ്ക്കും കൊടുക്കുന്ന ഒരു പരിഗണനയാണല്ലോ. ഏതെങ്കിലുമൊക്കെ ഇട്ടാണ് നിസ്കരിക്കും. എങ്ങനെ നിസ്കരിച്ചാലും എന്താപ്പോ അവിടത്ത് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കും. ഇത് കല്യാണത്തിന് മുമ്പ് ചോദിക്കൂല. അങ്ങാടി പോകുന്നത് ചോദ്യമല്ല, നല്ല ഡ്രസ് ഇട്ടിട്ടേ പോകുള്ളൂ. എന്നാൽ അള്ളാന്റെ മുമ്പിലോ, യാ ബനി ആദം ഖുദൂ സീനത്തകും ഇൻദ കുല്ലി മസ്ജിദിൻ, ആദം സന്തതികളെ, അള്ളാന്റെ അടുക്കൽ വരുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും നല്ല വസ്ത്രം ഇടേണ്ടത്. അങ്ങനെ അള്ളാഹ്ക്ക് കൊടുക്കുന്ന പരിഗണന. സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തെ എന്താ? അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. എന്താ ഇതിനർത്ഥം? ഏത് വിഷയത്തിലും ഒരു വിശ്വാസി ഒന്നാമത്തെ പരിഗണന കൊടുക്കേണ്ടത് അള്ളാഹ്ക്കാണ്. അള്ളാഹ്ക്ക് ഇത് ഇഷ്ടമല്ലേ? അള്ളാഹ്ക്ക് കോപാണോ അല്ലേ? അതിന്റെ പൊരുത്തം കിട്ടുമോ നഷ്ടപ്പെടും? അള്ളാഹ് ഇത് എങ്ങനെ ചെയ്യാനാ പറഞ്ഞത്? എത്ര ചെയ്യാനാ പറഞ്ഞത്? എപ്പം ചെയ്യാനാ പറഞ്ഞത്? ഇത് കാര്യം പരിഗണിക്കുക. അപ്പൊ ഏത് വിഷയത്തിൽ ഇറങ്ങുമ്പോഴും ഇപ്പൊ നമസ്കരിക്കുക, അപ്പൊ അള്ളാന്റെ മുമ്പിൽ കാണും. അള്ളയാണല്ലോ നമുക്ക് ഇതൊക്കെ തന്നത്. എല്ലാ അനുഗ്രഹം തന്ന ആരാ? അള്ളാഹുവാണ്. അവന്റെ മുമ്പിലാണല്ലോ ഇത് പ്രദർശിപ്പിക്കേണ്ടത്. ഇപ്പൊ അമ്മാബി നിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. വളരെ മുഷിഞ്ഞ ഡ്രസ്സ് ധരിച്ച് പള്ളിയിൽ വന്ന ഒരാളോട് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലാ സഹോദര, എന്താണ് എന്റെ സാമ്പത്തിക അവസ്ഥ? വളരെ മോശമാണോ? എന്താണ് എന്റെ അവസ്ഥ? അവളെ എനിക്ക് ഒരുപാട് ആടുകളും ഒട്ടകങ്ങളും അത്രണ്ട് ഇത്രണ്ട്. എന്നാ പിന്നെ അതിന്റെ അടയാളം വസ്ത്രത്തിലൊക്കെ ഉണ്ടായിക്കൂടെ? അയ്യോ, ഒരു വലിയ പൈസക്കാരൻ, ഒന്നുമില്ലാത്തവരെ പോലെ ഫക്കീറായി ജീവിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. നമ്മൾ അതിന്റെ അടയാളം കാണിക്കേണ്ട സത്യത്തിൽ അള്ളാന്റെ മുമ്പിലല്ലേ. അപ്പൊ ഏറ്റവും നല്ല ഉള്ളേക്ക് നല്ല ഡ്രസ്, നല്ല സുഗന്ധദ്രവ്യം പൂശി, വളരെ വൃത്തിയായി അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അള്ളാഹു നമ്മൾ ഓരോ ഇബാദത്തിനും എന്ത് പരിഗണന കൊടുക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മക്കല്ല പരിഗണന തരിക. അള്ളാഹു റസൂൽ പറഞ്ഞു, അന ഇൻദ ളന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ എങ്ങനെയാണോ പരിഗണിക്കുന്നത് അതുപോലെയാണ് ഞാൻ ഓനെ പരിഗണിക്കുക. നമസ്കാരത്തെ എങ്ങനെ പരിഗണിക്കുന്നത് അങ്ങനെയാണ് ഓന്റെ നിസ്കാരത്തെ ഞാനും പരിഗണിക്കുക. എല്ലാ സമയത്തും അങ്ങനെ തന്നെ. അള്ളാഹ്ക്കൊരു പരിഗണനയില്ലേ? അള്ളാഹ് നമുക്ക് പരിഗണന തരില്ല. എന്നെ ഓർത്താൽ ഞാനും ഓർക്കും. ഒറ്റക്ക് എന്നെ പറ്റി ചിന്തിച്ചാൽ ഞാൻ ഒറ്റക്ക് ഇരുന്ന് ആലോചിക്കും. ഒരു സമൂഹത്തിന് എന്നെ പറ്റി ഓർത്താലോ അതിനേക്കാൾ നല്ല കൂട്ടായ്മയിൽ വെച്ച് ഞാൻ അവനെ ഓർക്കും. അവൻ എന്നിലേക്ക് ഒരു ചാണെടുത്താൽ ഞാൻ ഒരു മുഴം കണ്ടെടുക്കും. ഒരു മുഴം കെട്ടെടുത്താൽ ഒരു മാറം കെട്ടെടുക്കും. എന്നിലേക്ക് അവൻ നടന്നു വന്നാൽ ഞാൻ ഓടിച്ചെല്ലും.
ഇതൻ എങ്ങനെയാണോ അങ്ങോട്ട് അതിനേക്കാൾ ഇരട്ടി ഇങ്ങോട്ടുണ്ടാവും. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വെക്കണം. അതുപോലെ അത് നമ്മുടെ ഇബാദത്തിലെല്ലാം കാണിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ ഇബാദത്ത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നമ്മൾ നമസ്കാരത്തിന്റെ രൂപത്തിലേക്ക് കടക്കുകയാണ്. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ നമ്മുടെ ശരീരം എങ്ങനെയായിരിക്കണം, നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കണം, നമ്മുടെ അവയവം എങ്ങനെയായിരിക്കണം, നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥന ചെല്ലേണ്ടത്, ചൊല്ലുമ്പോൾ എന്തൊക്കെ ക്വാളിറ്റിയാണ് നമ്മൾ ഉണ്ടാവേണ്ടത്, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നിത്യാദി കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതാണ്. ഒരു 2-3 മിനിറ്റ് ബാക്കിയുണ്ട്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ആർക്കും സംശയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്. ഹലോ, ആ, അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഹലവേ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ. ഓ, ഞാനൊരു കേൾക്കുന്നു. സംശയം, നമ്മളിപ്പോ പറഞ്ഞ വിഷയമായിട്ടുള്ള സംശയമല്ല, വേറെ സംശയം. അതായത് ഈ ചെറിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് പറഞ്ഞ് കുളിച്ചാല്, എന്ന നിയത്തോട് കൂടി കുളിച്ചു കഴിഞ്ഞാൽ അവന് വുദു കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. ചെറിയ ശുദ്ധി ഉയർത്തുന്നു എന്ന് പറഞ്ഞ് കുളിക്കേ കുളിക്കുമ്പോ കുളിയുടെ സുന്നത്തിൽ പെട്ടതാണ് ഒതു എടുക്കൽ. അതെ, അത് കുളിയുടെ ആരംഭത്തിൽ ഒതുണ്ടാക്കുമ്പോ ഒതുണ്ടാക്കുമ്പോ കാല് കഴുകല് മാത്രം മാറ്റി വെച്ചാൽ മതി. അതല്ല ഞാൻ ചോദിച്ച അങ്ങനല്ല, അതെനിക്ക് മനസ്സിലായി. അതല്ല ഞാൻ പറഞ്ഞു, ഒരാള് നെയ്യത്ത് ഇങ്ങനെ വെച്ചെങ്കിൽ അവന് വുദു കിട്ടുമോ എന്നുള്ളതാണ് എന്റെ സംശയം. ഒതുവിന്റെ അവയവം കഴുകണ്ടേ, നീത്ത് വെച്ചോണ്ട് വരണം. അങ്ങനെ ഞാനൊരു ഫിഖിന്റെ മസല ഫിഖിന്റെ മസല, അത് അങ്ങനെ ഒരു മസല. ഈ ഒതുവിന്റെ അവയവങ്ങൾ ക്രമമനുസരിച്ച് കഴുകണല്ലോ. വെള്ളം വന്നു തരില്ലല്ലോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുമ്പോൾ ഒതു എടുത്ത് സാധാരണ ഒതു എടുക്കുന്ന രൂപത്തിലാണ്. പക്ഷെ കാല് കഴുകല് മാത്രം കുളി കഴിഞ്ഞിട്ടാ കഴുകുക. അപ്പൊ റസൂലുള്ളാഹി ഒതുവിന്റെ അവയവങ്ങൾ കഴുകുന്നുണ്ട്. വെറുതെ വെള്ളം അത് മൗലവി പറഞ്ഞിരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഇത് പ്രവാചകൻ ശരിയായിട്ട് യോജിക്കുന്നതല്ല. ഞാൻ അങ്ങനെ മദ്രസയിലൊക്കെ പഠിച്ചോണ്ട് ചോദിച്ചു. ഷാഫി മദ്ഹബിൽ അങ്ങനെ അഭിപ്രായം ഉണ്ട്. അങ്ങനത്തെ മദ്രസയിലാണ് പഠിക്കുക. അപ്പൊ നമ്മളൊക്കെ പഠിക്കുക അങ്ങനെ അങ്ങനെ ഒരു സംശയം. ഈ പള്ളിയിൽ പോകുമ്പോള് നമ്മൾ വൃത്തിയുള്ള ഡ്രസ്സ് ധരിച്ചിട്ടാണല്ലോ പോകണേ. അപ്പോ പോകുന്ന സമയത്ത് ഇപ്പൊ ഒരു ടീഷർട്ട് ഞങ്ങൾ നല്ല ഇടുമ്പോൾ ബാക്കിൽ നമ്മുടെ എഴുത്തുകൾ വരുന്നുണ്ടോ? അത് ഇട്ടിട്ട് പോവാണത് തെറ്റാണോ? നമ്മളിപ്പോ പള്ളിയില് നല്ല ഡ്രസ് ഇട്ട് പോണുണ്ടോ? ടീഷർട്ടോ? ടീഷർട്ട് ഇട്ട് പോയിട്ട് നമ്മൾ ബാക്കിൽ പല എഴുത്തുകളുള്ള ടീഷർട്ട് ഇട്ടിട്ട് മുമ്പിലും ഒക്കെ ഇട്ട് പള്ളിയിൽ കയറാൻ പാടുണ്ടോ? മറ്റുള്ളവന്റെ നമസ്കാരത്തിന്റെ ശ്രദ്ധ നഷ്ടപ്പെടുന്ന ഡ്രസ്സ് ഇടാണ്ടിരിക്കലാണ് നല്ലത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ വെള്ള വസ്ത്രം സുന്നത്താക്കിയത്. വെള്ള വസ്ത്രമാണ് ഏറ്റവും നല്ലത്. ടീഷർട്ട് ഒഴിവാക്കുക നല്ലത്. മറ്റുള്ളവരുടെ ശ്രദ്ധ മാറ്റുന്ന രൂപത്തിലുള്ള സംഗതികൾ ഇല്ലാതൊക്കെ ആയിരിക്കും നന്നാവുക. വേറെ വസ്ത്രം ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഉണ്ട്. നമ്മളെ ചോദിച്ചതാണ്. ചില ആൾക്കാർ ഇങ്ങനെ പള്ളിയിൽ ചോദിക്കലുണ്ട്. അപ്പൊ അതിനൊരു ചിലപ്പോ ആരും ശ്രദ്ധിക്കൂല. എന്നാലും നമ്മൾ അതിനൊരു കാരണം ഉണ്ടാക്കണ്ട. നമുക്ക് ഇല്ലാത്ത ഡ്രസ് ഉണ്ടെങ്കിൽ അത് കാണാൻ നല്ലത്. അതെ, ഇഷായിന്റെ സമയം മധ്യഭാഗം എന്ന് പറഞ്ഞല്ലോ. നമുക്ക് എവിടം വരെ പോകാൻ കഴിയും? 12 മണി വരെയൊക്കെ ഇഷായിന് സമയം ഉണ്ടാവും. യഥാർത്ഥത്തിൽ അർദ്ധരാത്രി വരെ ഉള്ളൂ. ഇനി ആ സമയത്ത് നിസ്കരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വേണമെങ്കിൽ അവർക്ക് ശേഷം നിസ്കരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. അത് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡ്യൂട്ടി എന്തെങ്കിലും കാരണവശാൽ വൈകി പോവേ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ചിലപ്പോ രോഗിയായി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ അർദ്ധരാത്രിക്ക് മുമ്പ് നിസ്കരിക്കലായി ഏറ്റവും നല്ലത്.
12 മണി സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ രാത്രി തന്നെ ഏകദേശം 12 മണിയാണ് വരിക. ഓ ഇൻഷാ അല്ലാ. സുബി വരെ എന്നത് സ്ഥിരമായിട്ടുള്ള പരിപാടിയല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അലൈഹിസ്സലാം. വീഡിയോ ഇല്ല, വോയിസ് കഴിഞ്ഞാൽ വിളിച്ചു. ഞങ്ങളെ വീട്ടില് ബാങ്ക് കേൾക്കാറില്ല. ബാങ്ക് കേൾക്കാറില്ലാത്തത് കൊണ്ട് സമയം നോക്കി നിസ്കരിക്കാൻ പറ്റുമല്ലോ. ഓ, എന്താ പ്രശ്നം? ഒരു പ്രശ്നം. സമയം നോക്കി നിസ്കരിക്കാം. നമുക്ക് സമയം മനസ്സിലാക്കി വെച്ചാൽ മതിയല്ലോ. കലണ്ടറിലുള്ള സമയം നോക്കിയിട്ട് നിസ്കരിച്ചാ പോരെ. മതി. അത് നോക്കിയാൽ മതി. നോമ്പ് തുറക്കാനും നിസ്കരിക്കാനും ഒക്കെ മതി. ഒരു കുഴപ്പമില്ല. ഇപ്പൊ അങ്ങനെ സമയം തെറ്റിപ്പോയിട്ടുണ്ട്. ഇപ്പോ നോക്കിയ സമയം തെറ്റിപ്പോയി. ആരില്ലാത്ത സമയത്ത് നേർങ്ങനെ അങ്ങനെ വാങ്ക കേൾക്കും. അപ്പൊ നിസ്കാരത്തിലായിപ്പോയും ചെയ്തു. അപ്പൊ നിസ്കാരം തുടരാൻ പറ്റുമോ? തുടരാം, കുഴപ്പമൊന്നുമില്ല. തെറ്റിപ്പോയതല്ലേ, അറിയാതെ തെറ്റിപ്പോയതല്ലേ. അതെ. പിന്നെ പരമാവധി ഉറപ്പ് വരുത്താൻ നമ്മൾ ശ്രമിക്കണം. അതെ. പിന്നെ നമ്മളിപ്പോ നോമ്പ് പിടിക്കുമ്പോൾ അത്താഴത്തിന് ബാങ്ക് കേൾക്കാത്തത് കൊണ്ട് സമയം വെച്ചിട്ടാണ് നോമ്പ് അത്താഴത്തിന് പിന്നെ ഭക്ഷണം കഴിക്കുക. അപ്പൊ അത് ചിലപ്പം ബാങ്ക് ചില സമയങ്ങളിൽ കേൾക്കും. അപ്പൊ ബാങ്ക് കൊടുത്തോണ്ടിരിക്കുമ്പോ തിന്നാണെങ്കിൽ ഭക്ഷണം പെട്ടെന്ന് നിർത്തണം. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ബാങ്ക് കൊടുത്താൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നിർത്തിയാൽ മതി. അപ്പം പെട്ടെന്ന് നിർത്തേണ്ട ആവശ്യമില്ല. അപ്പം പെട്ടെന്ന് നിർത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കൊടുത്താൽ നിങ്ങളെ പാത്രത്തിലുള്ള ഭക്ഷണം കഴിക്കാം. ബാങ്ക് കൊടുത്ത് കഴിയുന്നത് വരെ കഴിക്കാം. അത് ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളെ പാത്രത്തിലുള്ള ഭക്ഷണം കഴിക്കാം. നിങ്ങൾ എടുത്തിട്ട പാത്രത്തിലെ ഭക്ഷണം ഉണ്ടല്ലോ, അതെ നമ്മള് കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിലെ ഭക്ഷണം അത് കഴിക്കുന്നതിന് ബാങ്ക് തീർന്നു വെച്ച പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ, ഞങ്ങള് ഹജ്ജിന് പോയപ്പോഴേ മുസ്തലിഫയിൽ ഒരു 2:30 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. അപ്പൊ ഇശാ നമസ്കാരം അപ്പം നിർവഹിച്ച്. ഒരു കുഴപ്പമില്ല. അപ്പൊ നിസ്കരിച്ചാൽ അതാ ഞാൻ പറഞ്ഞത്. ഈ അങ്ങനത്തെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ അർദ്ധരാത്രിക്ക് ശേഷം നിസ്കരിക്കുന്ന വിരോധമല്ല. ഹജ്ജിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് നടന്നാട് എത്തൂല, ചിലപ്പോൾ നമ്മൾ വിചാരിച്ച എത്തൂല. അപ്പൊ അവർക്ക് ഏകദേശം ഫജ്ർ വരെ സമയമുണ്ട്. കുഴപ്പമൊന്നുമില്ല. ബേജാറാണ്ട. അള്ളാഹു സ്വീകരിച്ച് അർഹമായ പ്രതിഫലം തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു സംശയം കൂടെ മൗലവി. പിന്നെ നമ്മളിപ്പം ളുഹറിന്റെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് യാത്രയിലാണ്. അപ്പൊ നമ്മൾ അവിടെ എത്തും എന്ന് വിചാരിച്ചു. പക്ഷെ ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ നമുക്ക് എത്താൻ സാധിച്ചില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ നമസ്കാരം എന്താ ചെയ്യാ? വണ്ടിയിൽ ഇരുന്നുകൊണ്ട് നമസ്കരിക്കേ? നിങ്ങൾ എന്തിനാ അശറിന്റെ കൂട്ടത്തിലായിക്കോളി. അങ്ങോട്ട് നമുക്ക് നെയ്യത്ത് വെച്ചിട്ട് അല്ല അസറിന്റെ കൂടെ നെയ്യത്ത് വെച്ചാൽ മതി. ഞാൻ അസറിന്റെ കൂടെ ജമ്മാക്കുകയാണെന്ന് വെച്ചാൽ ഓക്കെ. അപ്പൊ ളുഹറാണ്. പക്ഷെ അസറിന്റെ സമയമാണ്. ളുഹർ നമ്മൾ നമസ്കരിച്ചു, അസറിന്റെ സമയമാണ്. അസർ നമുക്ക് ഇതുപോലെ തെറ്റാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണോ നിസ്കരിക്കാൻ പറ്റുക അങ്ങനെ നിസ്കരിക്കാം. അസറിന് ഒരിക്കലും മഗ്‌രിബിക്ക് വെക്കാൻ പറ്റൂല. ഇല്ലല്ല. അപ്പൊ നമ്മൾ യാത്രയില്ല, എങ്ങനെയാണ് നമുക്ക് നിസ്കരിക്കാൻ പറ്റുക അങ്ങനെ നിസ്കരിക്കണം. അപ്പൊ നമ്മൾ ആ വണ്ടിയിൽ ഇരുന്നു കൊണ്ടാണെങ്കിൽ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് നിസ്കരിക്കണം. ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ടൈമും ചെയ്യാം. അങ്ങനെ ചെയ്യാം അല്ലെ? കിബില നോക്കണ്ടില്ല. നിങ്ങളെ വണ്ടി ഏത് ഡയറക്ഷനിലാണോ പോണോ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കാം. നിങ്ങൾ നിൽക്കുകയാണ്, ബസ്സിൽ നിൽക്കുകയാണ്, ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല, നിന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യാം അല്ലെ? റുക്കൂഴിനേക്കാളും സുജൂദിൽ അല്പം കൂടുതൽ കുനിഞ്ഞാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളെ കർമ്മങ്ങൾ അള്ളാഹ് സ്വീകരിക്കുന്ന രൂപത്തിൽ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.